റെസ്റ്റോറന്റ് റിപ്പോർട്ടർ RSS നേതാവ് TG മോഹൻദാസിന്റെ അറസ്റ്റിലെ പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് തിരുവനന്തപുരം ACJM കോടതി. പ്രതിക്ക് നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ പരാജയമാണ്. നടപടിക്രമങ്ങൾക്ക് വിരുദ്ധവും സുപ്രീംകോടതി വിധിയുടെ ലംഘനവുമാണ് അറസ്റ്റെന്നും കോടതി വിമർശിച്ചു. തിരുവനന്തപുരം ACJM കോടതിയുടെ ഉത്തരവിൽ എണ്ണിപ്പറയുന്ന പോലീസിന്റെ വീഴ്ചകൾ ഇങ്ങനെ. അറസ്റ്റിന് മുമ്പ് TG മോഹൻദാസിന് നോട്ടീസ് നൽകാത്തത് പോലീസിന് തൃപ്തികരമായി ന്യായീകരിക്കാനായില്ല. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് നിയമ നടപടിക്രമങ്ങൾക്കും സുപ്രീംകോടതി വിധിക്കും വിരുദ്ധമാണ്. നോട്ടീസ് നൽകാത്തതിന് മതിയായ കാരണം പോലീസിന് ബോധ്യപ്പെടുത്താനായില്ല. നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്യേണ്ട അസാധാരണ സാഹചര്യമില്ല. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന്റെ കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലെന്നും ACJM കോടതി. നോട്ടീസ് നൽകിയാൽ പ്രതി ഒളിവിൽ പോകുമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളി. ഇക്കാര്യത്തിൽ പോലീസിന് തടസ്സവാദം പറയാനായില്ലെന്നും ACJM കോടതിയുടെ വിമർശനം. പ്രതിയുടെ വീട്ടിൽ സെർച്ച് നടത്തി തെളിവുകൾ ശേഖരിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പ്രതി തെളിവ് നശിപ്പിക്കുമെന്നും ഒളിവിൽ പോകുമെന്നും പോലീസിന് ബോധ്യപ്പെടുത്താനായില്ല. TG മോഹൻദാസിന്റെ ആക്ഷേപങ്ങൾ ബാധിക്കാത്ത SDPI നേതാവിന്റെ പരാതിയിൽ കേസെടുത്തതിലും വീഴ്ചയെന്നും ACJM കോടതിയുടെ വിമർശനം. കേസിന്റെ കാര്യങ്ങൾ ഒഴികെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ വീഡിയോ ചെയ്യുന്നതിന് TG മോഹൻദാസിന് വിലക്കില്ല. ആക്ഷേപം ബാധിക്കപ്പെട്ട സ്ത്രീകൾ എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും പരിഗണിച്ചില്ലെന്ന് അഡ്വക്കേറ്റ് സീന ഭാസ്കർ. കുറ്റകൃത്യത്തിന്റെ തെളിവുകൾക്കനുസൃതമായി അതിന്റെ കുറ്റത്തിന്റെ ഗൗരവം പരിഗണിച്ചാണ് നിയമപരമായി നടപടിയെടുക്കേണ്ടത്. ആ നടപടി ഇവിടെ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടില്ല. കേസിലെ പോലീസ് വീഴ്ച പരിശോധിക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.